ഇത് സർക്കാരല്ലേ? അല്ലല്ല, സർക്കാരല്ലേ മാധു? ഉളുപ്പില്ലാതെ പറഞ്ഞ് ഞങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഏത് നാട്ടുകാര്? ഞാൻ പറയട്ടെ, പഠിപ്പിക്കേണ്ടി വരും, പഠിപ്പിക്കേണ്ട ഒരു സംശയം പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകളിൽ. ഞങ്ങൾ തിരിച്ചു നോക്കി, എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയർ എന്തിനാന്ന് ചോദിച്ചാലോ? അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, നിങ്ങളുടെ നേതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കേരളത്തിൽ അത് നടക്കാത്ത ആഗ്രഹമായിരിക്കും. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. മാധു, സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം കൊണ്ട് പറയണ്ട, ഇവിടുത്തെ അതാ അവരെ ഞാൻ പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയും, അത് മാത്രമേ ഉള്ളൂ. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല, ഇപ്പോൾ ജൻധൻ്റെ അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആയുഷ്മാൻ ഭാരത് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞു? ഇതൊക്കെ ഇവർ മുമ്പും പറയും, എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ സ്ഥിരം നമ്പരാണ്. കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LDF ആയിക്കോട്ടെ, ഇരു കൂട്ടരും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം എന്ന്. അത് പറയുമ്പോൾ തന്നെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അങ്ങനെ ഒരു ന്യായമുണ്ടോ? ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇരുന്നിട്ട് പറയും സമ്മർദ്ദം എന്ന് പറയും, പക്ഷെ അവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അതായത് BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനോടും കൂടെ വലിയൊരു മഹത്തരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി സന്തോഷായി, നല്ല സന്തോഷമായി. ഇവരുടെ തന്നെ മന്ത്രി പറയുന്ന NEP എന്താ പ്രശ്നം എന്ന്. അപ്പൊ NEP പ്രശ്നമൊന്നും ഇല്ലാന്ന്. NEP അല്ല മാധുവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കാണ്. നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി. ഇത് അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടത്, ഒന്ന്, വൈകി ഉദിക്കുന്ന ബുദ്ധി; രണ്ട്, ഇവർക്ക് എന്തു വന്നാലും BJP സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിക്കണം. ഇപ്പൊ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ, ഗുപ്ത ഡൈനാസ്റ്റി, നമ്മൾ അതിനെക്കുറിച്ച് ഹിസ്റ്ററിയിൽ എത്ര പഠിക്കുന്നുണ്ട്? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. ചോള ഡൈനാസ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അഹോം, ഈ അസാമിലുള്ള ഒരു ഡൈനാസ്റ്റി, ഏകദേശം 600 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചതാണ് അഹോം എന്ന് പറയുന്ന ഡൈനാസ്റ്റി. അവരെ കുറിച്ച് നമ്മൾ എത്ര പഠിക്കുന്നുണ്ട്? ഇനി അതൊന്നുമല്ല, നമ്മൾ ഓൾജിബ്ര പഠിക്കുമ്പോൾ ഈ പൈതഗോറസ് തിയറം പഠിക്കും. ഇതിനൊരു കണക്കുണ്ട്, ഞാൻ കണക്കിൽ വീക്കാ. A² + B² = C². അത് പൈതഗോറ ചെയ്യുന്നതിന് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൗദ്ധായന സുലഭ സൂത്രങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു. നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ്, പഞ്ചസാര പൊതിഞ്ഞ്, കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിഞ്ഞ് അങ്ങോട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നു. പച്ചയ്ക്ക് വരുന്ന സംശയിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കാനായിട്ട്, വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ. ഇതങ്ങനെ കേരള ലെവലിൽ ചിന്തിച്ചാൽ പോരാ, കേന്ദ്ര ലെവലിൽ ചിന്തിക്കണം. പറ്റുമോ? ഈ 50 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ല. നമുക്ക് അഭിമാനമല്ലേ വലുത്? യഥാർത്ഥ ചരിത്രം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് പറയുക. അതിനകത്ത് ഉള്ളിലിരിപ്പല്ല മാധു, അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇടതുപക്ഷം പറയുന്നത് അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ അന്നാലോചിക്കുക, എത്ര ബാലിശമായ വാദമാണ്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. പള്ളുക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഞങ്ങൾ പറയുന്ന രീതിയിലെ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകളിൽ. ഞങ്ങൾ തിരിച്ചു നോക്കി, എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയർ എന്തിനാന്ന് ചോദിച്ചാലോ? അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല. ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി, അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പാഠപുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു കാര്യമല്ല. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ ആയുധമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോട് NCERT ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പ്രഭാകരനോട് ഒരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാൻ നോക്കരുത്. മാധു, സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട്, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും. അതിലൊരാൾ തന്നെയാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. പേരുടെ പേരെടുത്ത് അത് പഠിക്കേണ്ടി വരും. എങ്ങനെയാണ് സിലബസ് ഇതായിരിക്കും നിങ്ങൾക്ക് അറിയുക? അതോ നിങ്ങൾ ഒപ്പുവെച്ച് കൊടുത്തതാണോ ഈ സിലബസ്? അവിടെയാണ്. അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ?
ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. മാധു ആ രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഏത് രീതിയിൽ കാണണമെന്ന് ഞാൻ എനിക്ക് ബാലാജി ഭവനെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ല, അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തെ വിയോജിപ്പ് എന്തൊരു സാധനോടെ പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മാരാർജി ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഞാൻ പറയാം, അത് മാധു അതിനെ വ്യാഖ്യാനിക്കേണ്ട, ഞാൻ അതിന്റെ അർത്ഥം പറയാം. അല്ല കഴിഞ്ഞില്ല, പിന്നെ മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ കേൾക്കണം. അല്ല ബാക്കി അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. ആ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? അത് എല്ലാവരിലും ഞങ്ങളും ഉണ്ടല്ലോ. അതിൽ ഇത് മാധുവിന്റെ വ്യാഖ്യാനം, ഞാൻ പറയുന്നു ബിജെപിയുടെ വ്യാഖ്യാനമില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകളിൽ എവിടെയാണ് വ്യാഖ്യാനം? അതിൽ വ്യാഖ്യാനം എവിടെയാണ്? വ്യാഖ്യാനമില്ലതിൽ നമ്മൾ പച്ചയ്ക്ക് കേൾക്കുന്ന കാര്യത്തിൽ വ്യാഖ്യാനം. ഞാൻ തുറന്നു പറയുന്നു, ഹെഡ്ഗേവാർ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? പഠിക്കട്ടെ. അല്ല നിങ്ങൾക്ക് അത് എതിരഭിപ്രായം? അപ്പൊ നമ്മൾ ഒരു നടക്കി പോവില്ലല്ലേ? PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത്? സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് as per NCERT as far as possible എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ VD സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല. പഠിപ്പിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പറയുകയാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന്. അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞത് അതിന്റെ നോംസ് വായിക്കുകയാണ് പറഞ്ഞോട്ടെ. പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഒരു ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കില്ല, നിങ്ങൾ ഒരു VD സവർക്കറിനെ പഠിപ്പിക്കില്ല. അങ്ങനെ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ നമുക്ക് കാണാം. നിങ്ങള് മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. ഇത് സർക്കാരല്ലേ? അല്ലല്ല, സർക്കാരല്ലേ മാധു? ഉളുപ്പില്ലാതെ പറഞ്ഞ ഞങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഏത് നാട്ടുകാര്? നാട്ടുകാരുടെ നിങ്ങൾ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് അത് സാധ്യമാകുമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, അതുപോലെ മന്ദിരം പണിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമായതുപോലെ ഇതിന് സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ പഠിപ്പിച്ചേക്കും. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കാം. ആ പൂതി ചേട്ടൻ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെക്ക്. നിങ്ങൾക്ക് അധികാരത്തിന്റെ ഹുങ്കും നിങ്ങൾക്ക് ജനങ്ങളോട് അതിനുള്ള ബാധ്യത ഇല്ലെങ്കിൽ ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹെഡ്ഗേവാറൊന്നും അതിനകത്തില്ല. ശാന്താജ, നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ.